ലെബനൻ സുന്ദരികളുടെയും സുന്ദരന്മാരുടെയും നാട്, മിഡിൽ ഈസ്റ്റിലെ സ്വിറ്റ്സർലൻഡ്. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും കളിത്തൊട്ടിലായിരുന്ന ലെബനൻ ഇപ്പോൾ അശാന്തിയുടെ താഴ്വരയാണ്. ലെബനൻ അറിയപ്പെടുന്നത് വിഖ്യാത കവി ഖലീൽ ജിബ്രാൻ്റെ പേരിലോ ലെബനീസ് സുന്ദരികളുടെ പേരിലോ കലാകാരന്മാരുടെ പേരിലോ അല്ല, ഹിസ്ബുള്ള പോലുള്ള സായുധ ഗ്രൂപ്പുകളുടെ നാടായാണ്. പശ്ചിമേഷ്യയിലെ അതിപുരാതന രാജ്യമായ ലെബനൻ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ വിവിധ സംസ്കാരങ്ങളുടെ സംഗമഭൂമിയാണ്. 7000 വർഷത്തിലധികം പഴക്കമുള്ള സംസ്കാരമാണ് ഈ ചെറു രാജ്യത്തിൻ്റേത്. തലസ്ഥാനമായ ബെയ്റൂത്ത് അറബ് ലോകത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായിരുന്നു. AD 1-ാം നൂറ്റാണ്ടിൽ തന്നെ ക്രിസ്തുമതം ലെബനനിലേക്ക് കടന്നു വന്നിരുന്നു. തെക്കൻ ലെബനനിൽ പാർപ്പുറപ്പിച്ചിരുന്ന അറബ് ഗോത്രങ്ങളിൽ AD 635 ഇസ്ലാം മതവും വേരുറപ്പിച്ചു. 7-ാം നൂറ്റാണ്ടോടെ ഇസ്ലാം ഈ മേഖലയിലെ നിർണായക ശക്തിയായി. 1-ാം കുരിശുയുദ്ധക്കാരുടെ പ്രധാന പാത ലെബനിലൂടെയായിരുന്നു. പിന്നീട് ഫ്രഞ്ച് പ്രഭുക്കന്മാർ ലെബനൻ പ്രദേശങ്ങൾ കീഴടക്കുകയും അത് പ്രവിശ്യയാക്കുകയും ചെയ്തു. 13-ാം നൂറ്റാണ്ടിൽ ലെബനൻ മുസ്ലിം നിയന്ത്രണത്തിലായി. 1516-ൽ ഓട്ടോമൻ തുർക്കി സാമ്രാജ്യം ലെബനൻ കൈവശപ്പെടുത്തി. ഈ സമയത്തൊക്കെ ഒരുപാട് രക്തച്ചൊരിച്ചിലിന് ലെബനൻ സാക്ഷിയായി. ക്രിസ്ത്യൻ മുസ്ലിം സംഘർഷത്തിൽ കൊല്ലപ്പെട്ടവരുടെ കണക്ക് പോലും കൃത്യമല്ല. മിഡിൽ ഈസ്റ്റിൽ അസ്വസ്ഥത വളർത്തിയ ഇസ്രായേൽ പലസ്തീൻ സംഘർഷം തന്നെയാണ് ലെബനനെയും സംഘർഷഭൂമിയാക്കിയത്. 1948-ൽ പിറന്നു വീണ ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാഷ്ട്രത്തെ അംഗീകരിക്കാതെ അറബ് ലോകം വളഞ്ഞിട്ടാക്രമിച്ചപ്പോൾ അഭയാർത്ഥി പ്രവാഹം ഉണ്ടായത് ലെബനനിലേക്ക് കൂടിയാണ്. 1 ലക്ഷത്തിലധികം പലസ്തീൻകാർ അഭയാർത്ഥികളായി ലെബനനിൽ ഈ സമയത്തെത്തി. ഇതിനെ തുടർന്ന് 1958-ൽ ബെയ്റൂത്തിൽ ആഭ്യന്തര കലഹം തുടങ്ങി. 1967-ലെ അറബ് ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് വീണ്ടും അഭയാർത്ഥി പ്രവാഹമുണ്ടായി. ഓരോ തവണ ഇസ്രായേലിൽ പ്രശ്നമുണ്ടാകുമ്പോഴും ലെബനനും പുകഞ്ഞു. യാസർ അറഫാത്തിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ 1971-ൽ ആസ്ഥാനം ലെബനിലേക്ക് മാറ്റി. 1975 ആയപ്പോൾ 3 ലക്ഷത്തിലധികം പലസ്തീൻകാർ ലെബനിലുണ്ടായിരുന്നു. രാജ്യം കേന്ദ്രമാക്കി പലസ്തീൻ വിമോചന പ്രവർത്തനങ്ങളും അതുവഴി വന്ന ഇസ്ലാമിക തീവ്രവാദവും നാട്ടുകാരായ മറ്റ് മതസ്ഥരുടെ എതിർപ്പിന് കാരണമായി. തദ്ദേശീയരായ ഇടതുപക്ഷക്കാരും പലസ്തീൻകാരും തമ്മിൽ ഏറ്റുമുട്ടലിന് ഇത് തുടക്കം കുറിച്ചു. ഇത് പിന്നീട് ക്രൈസ്തവരും സുന്നി, ഡ്രൂസ്, പലസ്തീൻ മുസ്ലിമുകളും തമ്മിലുള്ള ഏറ്റുമുട്ടലായി മാറി. ഈ ആഭ്യന്തര യുദ്ധം രാജ്യത്ത് ഒരു ഭരണകൂടം തന്നെ ഇല്ലാതാക്കി. 1976-ൽ സിറിയ മാരനൈറ്റ് ക്രൈസ്തവരെ സഹായിക്കുന്നതിനായി 40,000 പട്ടാളക്കാരെ ലെബനിലേക്ക് അയച്ചു. സിറിയൻ മാരനൈറ്റ് സഖ്യം പലസ്തീൻകാരെ ബെയ്റൂത്തിൽ നിന്നും തെക്കൻ ലെബനിലേക്ക് പായിച്ചു. സിറിയൻ സൈന്യം 2005 വരെ ലെബനിൽ തുടരുകയും ഭരണം നിയന്ത്രിക്കുകയും ചെയ്തു. നിലവിൽ ക്രൈസ്തവ ഇസ്ലാം മതവിഭാഗങ്ങൾ കൂടിക്കലർന്ന് കിടക്കുന്ന ഇവിടെ 55% മുസ്ലിങ്ങളും 45% ക്രിസ്ത്യാനികളുമാണെന്നാണ് ഔദ്യോഗിക കണക്ക്. സുന്നി, ഷിയ മുസ്ലിം വിഭാഗവും ക്രിസ്ത്യൻ വിഭാഗവുമാണ് ജനസംഖ്യയിൽ മഹാഭൂരിപക്ഷവും. മറ്റൊരു ചെറിയ മതവിഭാഗമാണ് ഡ്രൂസ്. 128 അംഗ പാർലമെൻറ്റിൽ ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും 64 സീറ്റ് വീതമുണ്ട്. പ്രസിഡന്റ് മാരനൈറ്റ് ക്രിസ്ത്യാനിയും പ്രധാനമന്ത്രി സുന്നി മുസ്ലിമും പാർലമെൻറ്റ് സ്പീക്കർ ഷിയ മുസ്ലിമുമായിരിക്കും. ലെബനൻ്റെ ആധുനിക ചരിത്രം യുദ്ധങ്ങളും കലാപങ്ങളും നിറഞ്ഞതാണ്. 1975 മുതൽ 90 വരെ നീണ്ടുനിന്ന ആഭ്യന്തര യുദ്ധം ലെബനനെ ചെറുതായൊന്നുമല്ല ബാധിച്ചത്. 1989-ലെ തായിഫ് കരാറിനെ തുടർന്നാണ് ആഭ്യന്തര യുദ്ധം അവസാനിച്ചത്. ആഭ്യന്തര യുദ്ധം അവസാനിക്കുമ്പോൾ സിറിയയുടെ രക്ഷാകർതൃത്വത്തിലായി ആ രാജ്യം. PLOയും ഇറാനും ഇസ്രായേലും തരാതരം പോലെ ലെബനനിൽ സ്വാധീനമുറപ്പിച്ചിട്ടുണ്ട്. അഭയാർത്ഥി പ്രവാഹത്താൽ ദുരിതം പേർന്ന രാജ്യമാണ് ലെബനൻ. 50 വർഷം കൊണ്ട് 4 ലക്ഷം പലസ്തീൻ അഭയാർത്ഥികളും 10 വർഷം കൊണ്ട് 11 ലക്ഷം സിറിയൻ അഭയാർത്ഥികളും ലെബനനിൽ എത്തിയിട്ടുണ്ടെന്നാണ് കണക്ക്. ആദ്യകാലത്ത് വളരെ ചെറുതായിരുന്ന ഒരു മുസ്ലിം സമൂഹം ലെബനനിൽ അതിവേഗം വളർന്നു. മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചതോടെ സമൂഹത്തിൻ്റെ അവസ്ഥ മാറി. ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ രാജ്യത്തുണ്ടായിരുന്നെങ്കിലും ലെബനനിൽ ജനിച്ചു വളർന്ന മുസ്ലിം കുട്ടികൾക്ക് പൊതുവിദ്യാഭ്യാസം നൽകിയില്ല. പകരം മതവിദ്യാഭ്യാസം നൽകി. അതിൻ്റെ ഫലമായി അവർ മതമൗലികവാദികളായി മാറി. 1970-കളിൽ ജോർദാനിലുണ്ടായ ഭീകരാക്രമണങ്ങളും അരക്ഷിതാവസ്ഥയും പലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടി ലെബനോൻ്റെ വാതായനങ്ങൾ തുറന്നിടാൻ ആ ജനതയെ പ്രേരിപ്പിച്ചു. പക്ഷേ അഭയാർത്ഥികളായി രാജ്യത്ത് കടന്നവർ കാലക്രമേണ ആ രാജ്യത്തിൻ്റെ തനിമയെ നഷ്ടപ്പെടുത്തുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത്.